നൂറ വേഴ്സസ് നെവിൻ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു. കഥ ഇങ്ങനെയാണ്. നെവിൻ നേരെ അടുക്കളയിൽ, നെവിൻ കിച്ചൺ ടീമിലുള്ള ആളാണല്ലോ, നേരെ അടുക്കളയിൽ വന്ന് ഒരു ആപ്പിൾ എടുക്കുന്നു. ആപ്പിൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട്, ഡേയ് അത് എടുത്തുകൊണ്ടൊന്നും പോകരുത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും നെവിൻ ആകെ ട്രിഗറായി. നെവിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ കള്ളനാണോ, ഇനി നിങ്ങൾ എന്താ കള്ളനാക്കാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞ് നെവിൻ നൂറയോട് ചൂടാവുകയാണ്. അപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ആദിലയും അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളും നെവിനെതിരെ തിരിയുന്ന കാഴ്ചയാണ്. അതിൽ മറ്റ് മത്സരാർത്ഥികളെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നെവിൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചത് എന്താണെന്ന് ലാലേട്ട വന്നവൻ പറഞ്ഞതാണ്. ശക്തമായിട്ടുള്ള മോഷണമാണ് അയാൾ നടത്തിയത്. അയാൾ ആപ്പിള്, തക്കാളി, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം മോഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് നൂറ പറഞ്ഞത് ഇനി മോഷ്ടിക്കരുത്. കാര്യം ഇനി മോഷ്ടിച്ചാൽ ഒരു പക്ഷേ ബിഗ് ബോസ് കടുത്ത നടപടി എടുത്താൽ അത് കൂടുതൽ വലിയ പ്രശ്നത്തിലോട്ട് പോകും. ഇപ്പം കിട്ടുന്ന റേഷൻ തന്നെ കുറയും. അപ്പോൾ അത് മുന്നിൽ കണ്ടാണ് നൂറ ഒന്ന് തമാശ രൂപേണ പറഞ്ഞത്. എന്നാൽ അത് പെട്ടെന്ന് നെവിന് ട്രിഗർ ആവുകയും നെവിൻ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. മറ്റുള്ളവരെല്ലാവരും വന്ന് ആ വഴക്കിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊരു അത്യാവശ്യം നെവിനും നൂറയും തമ്മിലുള്ള ഒരു ഫൈറ്റിലാണ് കലാശിച്ചത്. സംഗതി നെവിൻ അവിടെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിച്ചതുപോലെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാര്യം നെവിൻ ഇപ്പോൾ അങ്ങനെ കണ്ടൻറ് ഒന്നും അധികം ഇല്ലല്ലോ. ഇപ്പം മോഷണം നടക്കില്ല, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള ടാസ്ക് ഒന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇത്തരത്തിൽ ചെറിയ ഒച്ചപ്പാടും ബഹളവും ശബ്ദമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിയതാവാനാണ് സാധ്യത. എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഫൈറ്റിന് ആദ്യമേ തന്നെ നെവിൻ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇനി ഈ ആഴ്ച എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.